ലോകമെമ്പാടുമുള്ള ഉത്സവപ്രേമികൾ ഇതാ കൽപ്പാത്തിയിലേക്ക്. കാശിയിൽ പാതി കൽപ്പാത്തി അല്ലേ? കൽപ്പാത്തി രഥോത്സവം ഇങ്ങ് എത്തിക്കഴിഞ്ഞു. രഥോത്സവ കാഴ്ചകളുമായി അഹല്യ FM 90.4 ഇതാ നിങ്ങളുടെ അരികിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൽപ്പാത്തി രഥോത്സവ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രഥോത്സവം കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ രഥോത്സവം കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ മാത്രം കണ്ടാൽ പോരാ, നിങ്ങളും കാണണമല്ലേ? തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട കാഴ്ച തന്നെയാണ് ദേവരഥ സംഗമം എന്ന് പറയുന്നത്. നവംബർ 14, 15, 16 തീയതികളിലാണ് രഥോത്സവം. ഇവിടെ ഈ അഗ്രഹാര വീഥികളിൽ രഥചക്രം ഉരുളാൻ പോകുന്നത്. നവംബർ മാസം 16 തീയതി ഞായറാഴ്ചയാണ് ദേവരഥ സംഗമം നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള കാഴ്ചകൾ, വിശേഷങ്ങൾ എല്ലാം ഉണ്ട് ഈ ഒരു വീഡിയോയിൽ. ഞങ്ങളുടെ കൂടെ കൂടിക്കും. കൽപ്പാത്തി രഥോത്സവത്തിന്റെ ചരിത്രം അറിയാനായിട്ട്, അതിന്റെ ഐതിഹ്യം അറിയാനായിട്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അതിലേക്ക് ആഗ്രഹമില്ലേ? എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് 4 ക്ഷേത്രങ്ങളുണ്ടല്ലോ. അപ്പോൾ 4ന്റെ പ്രത്യേകതയും നമ്മൾ അറിയണം. അപ്പം അതിൽ ആദ്യത്തെ ക്ഷേത്രത്തെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഈ ഒരു കൽപ്പാത്തി എങ്ങനെ വന്നു, എങ്ങനെയാണ് ഈ കൽപ്പാത്തി അഗ്രഹാരം ഇവിടെ ഉണ്ടായത്, അതൊക്കെ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ലക്ഷ്മി നാരായണൻ സാർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. കൽപ്പാത്തി അഗ്രഹാരം എങ്ങനെ കൽപ്പാത്തി അഗ്രഹാരം ഉത്ഭവിച്ചത്, അത് എങ്ങനെയാണ് കൽപ്പാത്തി അഗ്രഹാരം ഇന്നത്തെ രീതിയിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 500-600 വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് നിന്ന് ഞങ്ങൾ മായപുരത്തുനിന്ന് പാലക്കാടിലേക്ക് കുടിയേറിയ തമിഴ് ബ്രാഹ്മണ വർഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. എന്തുകൊണ്ടാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് അവിടെ ഭരണം നടത്തിക്കൊണ്ടിരുന്ന കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ കീഴിലുള്ള പാലക്കാട് രാജവംശം ഈ അമ്പലങ്ങളൊക്കെ പരിപാലിച്ചു വന്നിരുന്നു. ആ അമ്പലങ്ങൾ പരിപാലിച്ചു വരുന്ന സമയത്ത് അന്ന് കേരളത്തിലെ മലയാളി ബ്രാഹ്മിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുമേനിമാരായിരുന്നു ഇവിടെ പൂജാധികാര്യങ്ങൾ ചെയ്തത്. ഈ പൂജാധികാര്യങ്ങൾ ചെയ്തിരുന്ന തിരുമേനിമാരും രാജാവും തമ്മിലുള്ള ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസത്തിൽ അവർ പൂജ നിർത്തിപ്പോയി. ആ പൂജ നിർത്തി പോയപ്പോൾ ഇവിടെ ക്ഷേത്ര പൂജാധികാര്യങ്ങൾക്ക് ആളില്ലാതെ വന്നു. ആ സമയത്ത് ഞങ്ങളുടെ പൂർവികർ തിരുനാവായിൽ മാശിമകം മാമാങ്കത്തിന് അവിടെ വേദപാരായണത്തിനും അഭിഷേക ജപങ്ങൾക്കൊക്കെ വന്നുകൊണ്ടിരുന്നു. അതിൽ ചിലരെ സമീപിക്കുകയും അതിൽ നിന്ന് ചിലർ ഇവിടെ പൂജാധികാര്യങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി ഇവിടെ കുടിയേറിയതാണ്. പാലക്കാട് അഗ്രഹാരങ്ങളിലെ കൽപ്പാത്തിയല്ല, പാലക്കാടിലുള്ള അഗ്രഹാരങ്ങളിലുള്ള എല്ലാ തമിഴ് ബ്രാഹ്മണരും അവരുടെ വരും തലമുറകളാണ്. അങ്ങനെ കുടിയേറി പാർത്തിരുന്ന സമയത്ത് ഞങ്ങൾ ഈ മായപുരത്ത് ഇതേ സമയത്താണ് രഥോത്സവം നടക്കുക. അപ്പോൾ ഇവിടെ വന്നവർക്ക് അവിടുത്തെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തൊരു സ്ഥിതി വിശേഷം സംജാതമാവുകയും ആ ഒരു സങ്കടം രാജാവിനെ ബോധിപ്പിക്കുകയും, അപ്പോൾ രാജാവിൻ്റെ ഉത്തരവ്, നിങ്ങൾ അവിടെ എങ്ങനെ രഥോത്സവം നടത്തുന്നോ അതുപോലെ ഇവിടെ നടത്തിക്കോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഈ ആരംഭിച്ചതാണ് ഈ കൽപ്പാത്തി രഥോത്സവം. ഈ കൽപ്പാത്തി രഥോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞത് ഇപ്പോൾ പഴയ കൽപ്പാത്തിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പഴയ കൽപ്പാത്തി അഗ്രഹാര സമുച്ചയങ്ങളിലെ ഏറ്റവും പഴയതായ അഗ്രഹാരമായതുകൊണ്ടാണ് ഇതിനെ പഴയ കൽപ്പാത്തി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ശ്രീകാന്ത് ഭട്ടാചാര്യ ചേരുന്നു. അദ്ദേഹം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ തന്ത്രി കൂടിയാണ്. നമസ്കാരം. എങ്ങനെയാണ് ഈ ഒരു ക്ഷേത്രവും രഥോത്സവവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്? അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എങ്ങനെയാണ്? ഇത് ചാത്തപ്പുരം ശ്രീ പ്രസന്ന മഹാനദി ക്ഷേത്രം ചിരപുരാതനമായ കൽപ്പാത്തി രഥോത്സവത്തിലെ ഒരു മുഖ്യ പങ്കാളിയാണ് ചാത്തപ്പുരം. ഈ കാശിയിൽ കൽപ്പാത്തി എന്നറിയപ്പെടുന്ന ഈ കൽപ്പാത്തി രഥോത്സവം വളരെ വർഷങ്ങൾ മുമ്പ് തന്നെ ഈ മായപുരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഉത്സവമാണ്.
മായപുരം മയൂരനാഥ ക്ഷേത്രത്തിൽ എങ്ങനെയാണോ ഈ തുലാമാസത്തിൽ രഥോത്സവം നടക്കുന്നത്, അതേ ചിട്ടയോടെയാണ് നമ്മളിവിടെ ഈ രഥോത്സവം ആഘോഷിക്കുന്നത്. ഈ അമ്പലം പ്രത്യേകത എന്ന് പറഞ്ഞാൽ തെക്കോട് ദർശനമായിട്ടുള്ള ഒരു ഗണപതി ക്ഷേത്രമാണ്. വളരെ വിദ്യയ്ക്കും അതുപോലെ അറിവിനും എല്ലാത്തിനും പേരുകേട്ടൊരു അമ്പലമാണ് ഈ ചാത്തപ്പുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രം. ഇവിടുത്തെ രഥോത്സവം 9 ദിവസങ്ങളിലായിട്ട് നമ്മൾ ആചരിക്കുന്നു. അത് വൃശ്ചിക മാസം 1-ാം തീയതി ആറാട്ട് വരുന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അന്ന് 1-ാം തീയതി ആറാട്ട് വരുന്ന പോലെ പിന്നോട്ട് 9 ദിവസം കണക്ക് കൂട്ടി അതിന് മുന്നത്തെ ദിവസം ഇവിടെ അങ്കുരാർപ്പണം, വാസ്തുശാന്തി മുതലായ ചടങ്ങുകൾ നടക്കും. അത് കഴിഞ്ഞ് 1-ാം ദിവസം രാവിലെ കൊടിയേറ്റത്തോടെയാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. കൊടിയേറ്റി കഴിഞ്ഞാൽ അതിനുശേഷം വൈകുന്നേരങ്ങളിൽ ഭഗവാന്റെ വീതി ഭ്രമണം എന്ന് പറയുന്ന ഗ്രാമപ്രദക്ഷിണം ഉണ്ടാവും. ഈ കൽപ്പാത്തി രഥോത്സവത്തിൽ നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള രഥം നമ്മൾ കാണാറുണ്ട്. പക്ഷേ ശരിക്കും ആ ഒരു രഥം ആ ഒരു പൂർണ്ണതയിലേക്ക് എങ്ങനെ എത്തുന്നതെന്ന് അറിയും? എങ്ങനെയാ എത്തുന്നതെന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും ഇവിടെ ഞങ്ങളുടെ തൊട്ടടുത്ത് രഥം ആ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രഥോത്സവത്തിനായിട്ട് ഇങ്ങനെ രഥം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങൾ നമുക്കറിഞ്ഞാലോ. ഈ രഥം ഇവിടുത്തെ ഈ ശ്രീലക്ഷ്മി പെരുമാൾ ക്ഷേത്രത്തിലെ രഥം ഒരുക്കുന്നത് ശ്രീനിവാസൻ ചേട്ടനാണ്. ചേട്ടൻ നമസ്കാരം. എത്ര വർഷമായിട്ട് രഥം ഒരുക്കുന്നുണ്ട്? ഞാനൊരു 10-12 കൊല്ലമായിട്ട് ഈ പണി ചെയ്തുകൊണ്ടിരിക്കണം. അതിന് മുമ്പ് വേറെ ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ 10 കൊല്ലമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും രഥം ഇങ്ങനെ ഒരുക്കാനായിട്ട് ചെയ്യുന്നത്? നമ്മളിത് വളരെ ലെവലായി നിർത്തി കൈകാര്യം ചെയ്യണം ഒന്ന്. പിന്നെ ഇതിൻ്റെ ചപ്പറവും കാലുകളെല്ലാം പെർഫെക്റ്റായിട്ട് നമ്മൾ നോക്കി ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഓടുന്ന സമയത്ത് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വർഷവും നമ്മളതിനെ ക്ലീനായി നോക്കിയതിന് ശേഷം മാത്രമേ അതിലേക്ക് ചെയ്യുന്നുള്ളൂ. എന്തുപയോഗിച്ചാണ് ഈ രഥം ഒരുക്കുന്നത്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? മരം തന്നെയാണ് കൂടുതൽ നമുക്കിതിന് യൂസ് ചെയ്യുന്നത്. മരവും മുളയും അതാണ് കൂടുതലായിട്ട് ഇതിന് ഉപയോഗിക്കുന്നത്. കാരണം ഇരുമ്പ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായുള്ള ബുദ്ധിമുട്ടുകൾ വേറെ വരുന്നുണ്ട്. അപ്പോൾ മരം തന്നെയാണ് കൂടുതലും ഉപയോഗിച്ച് കൊടുക്കുന്നത്. ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു. രഥോത്സവം എന്ന് പറയുമ്പോൾ രഥോത്സവ കാഴ്ചകൾ തന്നെയാണ് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇവിടെ ഒരുപാട് ഷോപ്സ്, ഈ ഷോപ്പ് ചെയ്യാനൊക്കെ വളരെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കൽപ്പാത്തിയിലേക്ക് നിങ്ങൾക്ക് വരാം അല്ലേ? പിന്നല്ലാതെ പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ ധൈര്യമായി പോകുന്നു. ഒരുപാട് വളയും മാലയും കമ്മലൊക്കെ കിട്ടുന്ന ഭയങ്കര അഫോർഡബിൾ ആയിട്ട് നമ്മൾ പറയില്ലേ, ഈ പൂരപ്പറമ്പിലും ഉത്സവപ്പറമ്പിലൊക്കെ പോയിട്ട് സാധനങ്ങൾ വാങ്ങാനായിട്ട് പ്രത്യേക വൈബ്. ആ വൈബിൽ ഒരുപാട് കടകളുണ്ട്. ഈ 30 രൂപയ്ക്കും 20 രൂപയ്ക്കൊക്കെ കട, കുറെ കമ്മലും വളയും മാലയൊക്കെ വാങ്ങി കൂട്ടണമെങ്കിൽ വേഗം ഇങ്ങ് പോകണം. ഒത്തിരി കടകൾ. അത് മാത്രമല്ല, പെൺകുട്ടികൾക്കുള്ള ഐറ്റംസ് മാത്രമല്ല, വേറെ ഒരുപാട് കാര്യങ്ങൾ, കിച്ചൺ അപ്ലയൻസസ് വരെ ഇവിടെ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. കാണുമ്പോൾ വാങ്ങിക്കാനായിട്ട് തോന്നും. അത്രയും അതെ 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 വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ആ ഒരു കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് പറ്റുക. വളരെ മനോഹരമായ കാഴ്ചകളാണ്. ജസ്റ്റ് ഇങ്ങനെ ഈ റോഡിലൂടെ നടക്കുമ്പോൾ തന്നെ 2 സൈഡും പലതരത്തിലുള്ള കടകൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇത് കൽപ്പാത്തി രഥോത്സവം ആരംഭിക്കുന്നതേ ഉള്ളൂ. അതെ, തുടക്കത്തിലെ ഇങ്ങനെയാണ്. 2 ദിവസം കഴിയുന്ന സമയത്ത് ഏതായിരിക്കും വൈബ്? കൽപ്പാത്തി എന്തായാലും ഫുൾ ഓൺ ആണ്, പവർ ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വളമാല പറഞ്ഞു, അതുപോലെ കിച്ചൺ ഐറ്റംസ് പറഞ്ഞു. അത് മാത്രമല്ല, കൽപ്പാത്തി എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, കൽപ്പാത്തി അല്ലേ? അത് ഹൈലൈറ്റ് അല്ലേ? തീർച്ചയായിട്ടും കൽപ്പാത്തിയിൽ വന്നു കഴിഞ്ഞാൽ കുടിക്കാൻ കഴിക്കാനായിട്ട് പ്രത്യേക ചില ഭക്ഷണങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയെ അറിയാം. കൽപ്പാത്തിയിൽ വരുന്നവര് നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട ഒന്നാണ് പരിശുദ്ധമായ നെയ്യിലുണ്ടാക്കുന്ന സ്വീറ്റ്സ്. അതെവിടെയാണ് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൽപ്പാത്തി സ്വീറ്റ്സിലാണ് ഇത് കിട്ടുക. ഇവിടെ ഒരുപാട് മധുര പലഹാരങ്ങളുണ്ട്. പരിശുദ്ധമായിട്ടുള്ള നെയ്യിൽ ഉണ്ടാക്കുന്ന ഒരുപാട് മധുര പലഹാരങ്ങൾ കാണാനായിട്ട് പറ്റും കൽപ്പാത്തി സ്വീറ്റ്സിൽ. അപ്പം അതിൽ തന്നെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് മാലാഡു എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് മാലാഡു എന്ന് കഴിച്ചു നോക്കാം, എന്താണ് അതിന്റെ ടേസ്റ്റ് എന്ന് അറിയാം അല്ലേ? ഇതാണ് മാലാഡു. ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പല പല തരത്തിലുള്ള ഐറ്റംസ്. പക്ഷെ അതിൽ തന്നെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഐറ്റമാണ് മാലാഡു. വേറെ
എവിടെയും കേൾക്കാത്തൊരു ഐറ്റം കൂടിയല്ല. ഞാൻ വേറെ എവിടെയും കേട്ടിട്ടില്ല, ഞാൻ അതുവരെ കഴിച്ചിട്ടില്ല. നമുക്ക് എന്തായാലും കഴിച്ചു നോക്കാം. അതെ, മാലാഡു എങ്ങനെയുണ്ടെന്ന് നമുക്ക് കഴിച്ചു നോക്കാം. അത് മധുരമുള്ളതാണോ എന്ന് കഴിച്ചു നോക്കാം. താഴെ പോയി ഗൈസ്, താഴെ പോയി. ഭയങ്കര സോഫ്റ്റ് ആണ്, ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. പൊടിക്കുമ്പോ ഫുള്ള് പോരുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ലഡ്ഡു പോലെയാണ്, കുറച്ചും കൂടി ഇങ്ങനെ പിടിച്ചാൽ കുറച്ച് കിട്ടുന്നു വിചാരിച്ചായിരുന്നു. പക്ഷെ ഇല്ല കേട്ടോ, പെട്ടെന്ന് പോകുന്നു കയ്യില്. കൊള്ളാം കേട്ടോ. നല്ല മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും ഇത് ഇഷ്ടപ്പെടും. ഞാൻ അത്ര മധുരം കഴിക്കാറില്ല. ഇത് ഭയങ്കര നല്ല നൈസായിട്ടുള്ള പൊടിയിൽ ഉണ്ടാക്കുന്നതാണ്. ഭയങ്കര മെൽറ്റായി പോകും. ജസ്റ്റ് നമ്മൾ വായിലിടുമ്പോഴേക്കും മെൽറ്റായി പോകുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് തന്നെ മെൽറ്റായി പോകുന്നുണ്ട്. നയൻറ്റീസ് കിഡ്സിന് വളരെ പരിചിതമായിട്ടുള്ള കുറേ മിഠായികൾ നമുക്ക് കൽപ്പാത്തി രഥോത്സവ കാഴ്ചകളിൽ കാണാനായിട്ട് പറ്റും അല്ലേ? ഇതിന്റെ പേര്, എല്ലാത്തിന്റെ പേര് എനിക്ക് അറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം, തീർച്ചയായിട്ടും നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ആദ്യം അങ്ങോട്ട് തുടങ്ങാം. തേൻമിഠായാണ്, റൗണ്ടിലുള്ള തേൻമിഠായാണ്. ഇത് നമുക്ക് ആപ്പിൾ മിഠായി എന്ന് വിളിക്കാം അല്ലേ? ഇതിനെ നമുക്ക് ആപ്പിൾ മിഠായി എന്ന് വിളിക്കാം. ഈ 90s കിഡിന് പേരറിയില്ല എന്നുള്ള സത്യം, അതുകൊണ്ട് സുനിൽ ഇതിന് ആപ്പിൾ മിഠായി പേരിട്ടതാണ് കേട്ടോ. ആപ്പിൾ മിഠായാണ്. ദെൻ ഇവിടെ ഇത് ഞാൻ ഒക്കെ വാങ്ങിയിരുന്ന മിഠായിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇത് ആപ്പിൾ മിഠായി എന്നല്ല, ഇതിന്റെ എൻഡ് കണ്ടോ, ഈ സ്റ്റിക്ക് ഇതുപോലെ പല രൂപങ്ങൾ ഉണ്ടാവും. ചിലപ്പോ കുതിര, പുലി, അതിന്റെ ഒക്കെ എൻഡിൽ ഒരു മിഠായി. അപ്പൊ ആ രൂപം കിട്ടാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മൾ കിൻഡർ ജോയ് വാങ്ങില്ലേ, അതിനുള്ള ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിട്ട്, അതുപോലെ ഈ മിഠായി വാങ്ങുന്നത് ഈ പുറത്തുള്ള ഐറ്റം കിട്ടാൻ വേണ്ടിട്ടാ. പക്ഷെ ഇത് അതല്ല, അത് വേറെയാണ്. പിന്നെ വേറൊരു മിഠായി ഉണ്ട്. ഇത് വളരെ കളർഫുൾ ആയിട്ടുള്ള വർണ്ണ കടലാസിൽ പൊതിഞ്ഞൊരു മിഠായിയാണ്. അതാണ് ആ ഒരു മിഠായിയുടെ പ്രത്യേകത. പിന്നെ നമുക്കിവിടെ നാരങ്ങ മിഠായി കാണാം. നാരങ്ങ മിഠായിന്റെ ഗണത്തിൽ പെടുത്താവുന്ന ഒരു മിഠായിയാണിത്. അല്ല, അത് നാരങ്ങ മിഠായി അല്ല. ഇത് നമ്മുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള വളരെ നമുക്ക് മഞ്ഞ അല്ലേ? ഈ 90s കിഡ് എല്ലാ മിഠായിയുടെ പേരും തെറ്റിക്കുന്നുണ്ട്. കൃത്യമായിട്ട് പറയും ഇത് എന്ത് മിഠായി. ഇത് നാരങ്ങ മിഠായി, ഇതെനിക്കറിയാം. മഞ്ഞ ഓറഞ്ച് കളറിൽ കിട്ടുന്ന നാരങ്ങ മിഠായിയാണ് ഇത്. ഇത് എന്താണ്? ഇവിടെ ഒരു മാലയാട്ടോ. ഇതോ? അത് തേൻമിഠായിയാണ്. നമുക്ക് പുതിയ പുതിയ തരത്തില് ജേംസ് കിട്ടുന്നുണ്ടല്ലോ, അതിന്റെ ഒരു പഴയ രൂപം എന്ന് പറയാം. ഇവിടെ പാക്കറ്റിലാക്കിയിട്ട് ജേംസ് ഉണ്ട്. അതുപോലെ ജീരക മിഠായി അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പുളിമുട്ടായി കാണാനായിട്ട് പറ്റും. ദെൻ ഇതില് കൂട്ടത്തിലെ കൊമ്പനെ നമുക്ക് വിളിക്കാം. കൂട്ടത്തിലെ കൊമ്പനാണിത്. ഞങ്ങൾ ഇതിനെ വിളിക്കാറ് ത്രാസ് എന്നാട്ടോ. കട്ടിമിഠായി, ത്രാസ് മിഠായി എന്നൊക്കെ പറയും. കാരണം നോക്കി 100 ഗ്രാം അങ്ങനെ എഴുത്തുണ്ട് ഇതിനെ. പാലക്കാട്ടുകാർ ഇതിനെ പറയാ കമ്പ്രക്കെട്ട് എന്നാണ്. കമ്പ്രക്കെട്ട് എന്നാണ് പറയാ. കമ്പ്രക്കെട്ട്. പക്ഷെ ഞങ്ങൾക്ക് തൃശ്ശൂർക്കാർക്ക് അത് ത്രാസ് മിഠായി, കട്ടിമിഠായി. പിന്നെ ഇവിടെ ഒരു സ്വർണ്ണ മിഠായി ഉണ്ട്. സ്വർണ്ണത്തിനൊക്കെ നല്ല വിലയാ. അതെ അതെ, സ്വർണ്ണത്തിനൊക്കെ പേരും വിലയാണ്. പക്ഷെ ഇവിടെ കുറച്ച് വില കുറവാണ്. ഈ സ്വർണ്ണത്തിന് കുറച്ച് വില കുറവാണ് കേട്ടോ. ആയില്ല, നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ കിട്ടി കേട്ടോ. അത് തന്നെയാണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കുറേ ഡിസൈൻസ് ഉണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇതിലിപ്പോ പശു ഉണ്ട്, പറവയുണ്ട്, മുയലുണ്ട്, അങ്ങനെ കുറേ രൂപങ്ങളുണ്ട്. അതിനെന്തിലാണ് ഈ ഒരു മിഠായി വരുന്നത് കേട്ടോ. സ്വർണ്ണമാണ്. സുനിൽ എന്റെ കയ്യിൽ എന്നെ കൊണ്ടുപോകും ആരെങ്കിലും. അതെ, ഇത്രയധികം സ്വർണ്ണ എന്താ പറയാ, സ്വർണ്ണ കട്ടികളാണ് ഇരിക്കുന്നത്. ഞാൻ ഈ ഒരു സ്വർണ്ണക്കെട്ട്, അതിന്റെ കൂടെ വേറെ സ്വർണ്ണക്കെട്ട് അത് വേണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഇങ്ങനെയുള്ള വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ രഥോത്സവത്തിൽ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. കൽപ്പാത്തിയിൽ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. വേറെ എവിടെയും കാണാൻ പറ്റില്ല കേട്ടോ ഇങ്ങനെയുള്ള കാഴ്ചകൾ. ഉപ്പുമുളകും വേണോ? ഉപ്പും മുളകും നിലവിൽ വേണ്ട. ഇതാണ് ഉപ്പുമുളകും. അടിപൊളി മിഠായിയാണ് കേട്ടോ. അങ്ങനെ കുറേ മിഠായിണ്ട്. എന്താണെന്ന് അറിയില്ല, മറ്റേ നമ്മൾ പറയാ കരിമീൻ കാട്ടി കയറിയ ഒരു ആവേശമാണ്. കുറേ മിഠായി ഉണ്ട്. പഴയ നൊസ്റ്റാൾജിക് വൈബ് നമുക്ക് കറക്റ്റ് കിട്ടുന്നുള്ളതാണ്. അത്രയും മിഠായില്ലേ? തീർച്ചയായിട്ടും. ക്ഷേത്രത്തിനുള്ളിലാണ് കേട്ടോ ഈ ഒരു മിഠായി കടയുള്ളത്. അതും ഏത് ക്ഷേത്രത്തിന്റെ ഉള്ളിലാ? അത് പറഞ്ഞില്ല. നമ്മുടെ മെയിൻ ക്ഷേത്രത്തിന്റെ ഉള്ളിലാണ്. വിശാലാക്ഷി സമേത ക്ഷേത്രത്തിന്റെ അകത്തായിട്ടാണ് ഈ ഒരു മിഠായി കടയുള്ളത്. 90s കിഡ്സിന് വളരെ ഇഷ്ടപ്പെട്ട ഒരുപാട് മിഠായികൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അതിൽ ചക്രമിഠായി അവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ എന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ, എന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നു. ചക്രമിഠായി ഉണ്ട്. പിന്നെ ഇത് സിഗരറ്റ് മിഠായിയാണ് കേട്ടോ. ഇത് പറഞ്ഞില്ല. സിഗരറ്റ് പ്രശ്നമാണ്, കുഴപ്പമില്ല. പണ്ട് സിഗരറ്റ് ഒക്കെ വലിക്കാൻ തോന്നുമ്പോൾ നമുക്ക് ഈ മിഠായി വാങ്ങിച്ച് കഴിക്കാം. അങ്ങനെ സിഗരറ്റ് മിഠായിയാണ്. ഇതാണ് ചക്രമിഠായി. ഇതൊക്കെ വാങ്ങിച്ച് ഞാൻ എത്ര കറക്കിയിരിക്കുന്നു. ഒരു മെയിൻ ആയിരുന്നു. ഞാൻ ചക്രമിഠായി അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. കഴിക്കാനുള്ളതല്ല, അത് കറക്കാനുള്ളതാണ് ശരിക്കും. കഴിക്കാനും പറ്റും, കറക്കാണ് കൂടുതലും ചെയ്യാറുള്ളത്. അപ്പൊ അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് രഥോത്സവത്തിൽ. തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് കാണണം.
ഇതാണ് കരിപ്പെട്ടി. 10 ഔഷധങ്ങൾ ചേർന്നിട്ട് അതെ, കരിപ്പെട്ടി. 10 ഔഷധങ്ങൾ ചേർന്നിട്ടുള്ള ഒരു നല്ലൊരു ഔഷധമാണ്. അടിപൊളിയാണ് കേട്ടോ. ഒരു എരിവുണ്ട്. തൊണ്ടവേദന, കഫക്കെട്ട്, ജലദോഷം, ഗ്യാസ്. ശരിക്കും എന്താ ടേസ്റ്റ് എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തെന്നറിയോ? നമ്മൾ പനി വരുന്ന സമയത്ത് ചുക്ക് കാപ്പി കുടിക്കില്ലേ? അതെ, ആ ഒരു ഫീലാണ് വരുന്നത്. ഫീലാട്ടോ. നല്ല ഇച്ചിരി എരിവുണ്ട്. ചുക്ക്, അതുപോലെ തന്നെ തിപ്പലി, കുരുമുളക്, തുളസി, അയമോദകം, ജീരകം, ശംഖുപുഷ്പം, ബ്രഹ്മി, അരുത, ഏലം, കാപ്പിപ്പൊടി ഇതെല്ലാം ചേർന്നിട്ടാണ് ഈ ഒരു കരിപ്പെട്ടി ഉണ്ടാക്കുന്നത്. സംഗീത സാന്ദ്രമാണ് സന്ധ്യാനേരങ്ങളിൽ കൽപ്പാത്തി. ഞങ്ങളുടെ പുറകില് എന്താ പറയുക, നാദസ്വരവും അതുപോലെ തന്നെ അങ്ങനെയുള്ള വാദ്യോപകരണങ്ങളുടെ ശബ്ദം, അതെ ശബ്ദം കേൾക്കാം. വളരെ മനോഹരമാണ് സന്ധ്യാസമയത്ത് കൽപ്പാത്തി കാണാനായിട്ട്. മനോഹരമാണ്. ഞാൻ പലപ്പോഴും വിചാരിച്ചിരുന്നു കൽപ്പാത്തി ഇപ്പോഴും രാവിലെ ആയിരിക്കും അത്ര മനോഹരമായിട്ടുണ്ടാവാന്ന്. പക്ഷെ അല്ല, സന്ധ്യാസമയങ്ങളിലും കൽപ്പാത്തി വളരെ ബ്യൂട്ടിഫുൾ ആണ്, വളരെ മനോഹരമാണ്, പ്രത്യേകിച്ച് ഈ രഥോത്സവത്തിന്റെ ഈ ഒരു സമയത്ത്, അല്ലെ സുനിൽ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, കൽപ്പാത്തി രഥോത്സവം ഈ മാസം 14, 15, 16 തീയതികളിൽ നടക്കാനായിട്ട് പോവാണ്. പാലക്കാട്ടുകാർ ഒരുങ്ങിക്കഴിഞ്ഞു. കൽപ്പാത്തി ഗ്രാമം അഗ്രഹാര വീഥികൾ റെഡിയാണ്. അഗ്രഹാര വീഥികൾ ഇങ്ങനെ കാത്തിരിക്കുന്നു രഥത്തിനായിട്ട്, ദേവരഥ സംഗമത്തിനായിട്ട്. ലോകമെമ്പാടുമുള്ള ഉത്സവ പ്രേമികളും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ദേവരഥ സംഗമം കാണാനായിട്ട്. എന്തായാലും കൽപ്പാത്തി ഗ്രാമത്തിലെ വിശേഷങ്ങളാണ്, കൽപ്പാത്തി രഥോത്സവ ഒരുക്കങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കണ്ടത്. നടക്കാൻ വേണ്ടിയിട്ട് നടന്ന് ഞങ്ങൾ നല്ല രീതിയിൽ ക്ഷീണിച്ചു. കാരണം ആ നടത്തത്തിന് രസമുണ്ട് കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്, നല്ല രസമുണ്ട്. പഴയ ഒരുപാട് നൊസ്റ്റാൾജിക് വൈബ് ഒക്കെ നമുക്ക് കിട്ടില്ലേ? തീർച്ചയായിട്ടും വല്ലാത്തൊരു പോസിറ്റീവ് എനർജി കൂടിയാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുക. എന്തായാലും വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ മാസം 14, 15, 16 തീയതികളിൽ അഗ്രഹാര വീഥിയിലേക്ക്, കൽപ്പാത്തി അഗ്രഹാരങ്ങളിലേക്ക്, കൽപ്പാത്തി ഗ്രാമത്തിലേക്ക്, കൽപ്പാത്തിയുടെ ചന്തം കാണാനും ദേവരഥ സംഗമം കാണാനുമായിട്ട്. നവംബർ മാസം 16 തീയതിയാണ് ദേവരഥ സംഗമം. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വരണം. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.